ഹായ്. അപ്പൊ പെരുന്നാളൊക്കെ ആകാണല്ലോ. ഇനിയിപ്പം മക്കൾക്കൊക്കെ സ്കൂളൊക്കെ ലീവാണ്. 2 മാസം ലീവായിട്ട് എല്ലാവരും ടൂറൊക്കെ പോകാൻ വിചാരിക്കും. അപ്പൊ ടൂറ് പോണവരോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ മസനഗുഡി വഴി ഊട്ടി, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് മസനഗുഡി വഴി ഊട്ടി. അപ്പൊ ഈ റൂട്ട് പോകുമ്പോൾ എൻ്റെ സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യം ഞാൻ പറയാൻ പോണ്. എൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ സുഹൃത്തിന്റെ വൈഫും 3 മക്കളും കാറിലിങ്ങനെ മസനഗുഡി വഴി ഊട്ടിക്ക് ഇങ്ങനെ പോവാ. അപ്പൊ ഒരു ബൈക്കുമേൽ 2 ആൾക്കാർ വന്നിട്ട് ഇവരോട് വണ്ടി നിർത്താൻ പറഞ്ഞു. അപ്പൊ കാട്ടിന്റെ ഉള്ളിൽ എത്തിയപ്പെട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാനൊക്കെ നല്ല, പിന്നെ എന്താ പറയാ, നമുക്കിങ്ങനെ ആസ്വദിച്ച് പോവാം. അങ്ങനെ സ്ഥലമാണല്ലോ മസനഗുഡി വഴി ഊട്ടി. റോഡിനൊന്നും വലിയ വീതിയില്ലാത്ത റൂട്ടാണ്. അപ്പൊ ഇവർ വന്നിട്ട് ഇവരോട് കാറ് നിർത്താൻ പറയാ. ഇവന് നിർത്താൻ പറ്റൂലല്ലോ, കാരണം വെച്ചാൽ ഒന്ന് കാടിന്റെ ഉള്ളിലാണ്, പിന്നെ ഇവന്റെ കൂടെ ഉള്ളത് പിന്നെ 3 മക്കളും വൈഫുമാണ്. അമ്മാം പെട്ടെന്ന് തോന്നി ഇത് എന്തോ ഒരു പ്രശ്നമാണ്, കള്ളന്മാരായിക്കുന്നൊക്കെ തോന്നി. അപ്പൊ നിർത്താതെ കുറച്ച് മുന്നോട്ട് പോയി. കുറച്ച് മുമ്പോട്ട് പോയപ്പോ വീണ്ടും ഇവർ ബാക്കിൽ ഇങ്ങനെ വരിക ബൈക്കായിട്ട്. അപ്പൊ നിർത്തിയാൽ സംഭവിക്കുക എന്താ അറിയോ, ചിലപ്പം വേറെ ആൾക്കാരുണ്ടാവും അവരെ കൂടെ, അതല്ലെങ്കിൽ ഇവർ രണ്ടാം തന്നെ ആയിരിക്കും. എങ്ങനെയാണെങ്കിലും നമ്മളെ നിർത്തിയാൽ എന്താ അറിയോ, നമ്മള് മക്കളും വൈഫൊക്കെ ഉണ്ടാകുമ്പോൾ, ഈ മക്കളും പിന്നെ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവര് കൂടുതലും ഇങ്ങനെ കാറിന്റെ ബാക്കിൽ വരിക. കാട്ടുകള്ളന്മാരെന്നൊക്കെ പറയാനുണ്ടല്ലോ. അപ്പോ ഇവര് ബാക്കിൽ വന്ന്, അപ്പൊ ഇവന് സംഭവം മനസ്സിലായത് കൊണ്ട് ഇവൻ നിർത്താതെ അങ്ങ് പോയി. പിന്നെ ഇവര് ബാക്കിൽ ഇങ്ങനെ വരികയാണ്. അപ്പം ആ നിർത്തിയാൽ അബദ്ധം പറ്റിയായി, കാരണം വെച്ചാല് എന്തെന്നാണ് അവിടെ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ടൂർ പോണ ആൾക്കാര് മസനഗുഡി ആ റൂട്ട് മാത്രമല്ല പറയുന്നത്, വേറെ ഒരുപാട് ഒഴിഞ്ഞ ഏരിയ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്നതാണല്ലോ ടൂറൊക്കെ പോകുമ്പോൾ. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് നിർത്താൻ പറയുമ്പോൾ നിർത്താൻ പോകും. നമ്മളിപ്പോ ഫ്രണ്ട്സുകളായിട്ട് പോകുമ്പോൾ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ അത് ഒരാളും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.